ഞാൻ 2 ദിവസം മുൻപ് നെറ്റ്‌ഫ്ലിക്സില് 'കേപ്പ് ഫിയർ' എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു. അപ്പോൾ ഈ സിനിമ കണ്ടു തുടങ്ങിയ സമയം തൊട്ട് എനിക്ക് ഉള്ളിൽ തോന്നിയൊരു സംഭവമാണ്. അതായത് നിങ്ങൾ മുൻപ് ഹിച്ച്കോക്ക് ഫിലിംസ് കണ്ട് ശീലമുള്ള ഒരാളാണെങ്കിൽ, ആ ഒരു ഹിച്ച്കോക്ക് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ സംഭവം ഈ സിനിമയിൽ നമുക്ക് പെട്ടെന്ന് ഹിറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താണ് ഇങ്ങനെ ഒരു സംഭവം എന്ന് ക്യൂരിയോസിറ്റിയിൽ പുറത്ത് ഒന്ന് റിസർച്ച് ചെയ്തപ്പോഴാണ് ഈ സിനിമയുടെ ഒരു ഏർലിയർ വേർഷൻ ഇറങ്ങിയിട്ടുണ്ട് 1962. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജെ.ലി തോംസൺ ആണ് കേട്ടോ. അതിലും നല്ല നല്ലൊരു കാസ്റ്റൊക്കെയാണുള്ളത്. ആ സിനിമയിൽ ഇതിനേക്കാളും കൂടുതലാണ് ഇൻഫ്ലുവൻസ് എന്നാണ് പറയുന്നത്, ഹിച്ച്കോക്കിൻ്റെ ഇൻഫ്ലുവൻസ് ഷോട്ടുകളിലൊക്കെ. അപ്പോൾ ഈ 1991 വേർഷൻ ഓഫ് കേപ്പ് ഫിയർ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മറ്റാരുമല്ല, നമ്മുടെ മാർട്ടിൻ സ്കോർസെസെ ആണ്. അപ്പോൾ സ്കോർസെസെ മൂപ്പരുടെ സ്വന്തം സ്റ്റൈലിൽ ഈ സംഭവമൊക്കെ നല്ല ഈ ക്യാരക്ടർ, സെൻട്രൽ ക്യാരക്ടറിൻ്റെ പേര് സാം ബോർഡൻ എന്നാണ്. മൂപ്പരുടെ ഫാമിലിയും ഒരു സൈക്കോ പാത്തിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്യേണ്ടി വരുന്ന ഒരു തീമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സാം ബോർഡൻ്റെ ക്യാരക്ടറൊക്കെ നല്ല രീതിയിൽ ആളുടേതായ സ്റ്റൈലിൽ പിന്നെ മാറ്റിയിട്ടാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 വേർഷനും നല്ല രീതിയിൽ ഉള്ള സിനിമകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ 1991 വേർഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ വേറൊരു ഹൈലൈറ്റ് ഉണ്ട്. ഇതിൽ ഈ സൈക്കോപാത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ മാക്സ് കേഡി എന്ന് പറഞ്ഞ ഈ ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത് നമ്മുടെ റോബർട്ട് ഡിനീറോ ആണ്. അപ്പോൾ 1991 റോബർട്ട് ഡിനീറോയുടെ ഫിസിക്ക്, പിന്നെ റോള് ഡീൽ ചെയ്യുന്ന രീതി, ആക്ടിങ് സ്റ്റൈല്, ഡയലോഗ് ഡെലിവറി, ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കേപ്പ് ഫിയർ എന്ന് പറഞ്ഞ സിനിമ കാണണം. അതുമാത്രമല്ല, ആ ഒരു കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ കുറച്ച് അഡ്വാൻസ് ചെയ്ത് നിൽക്കുന്ന സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ കേപ്പ് ഫിയർ. എനിക്കതിൻ്റെ ഒരു പ്രസൻറ്റേഷനും അതുപോലെ ഹിച്ച്കോക്കിൻ്റെ ഈ സ്കെയറി മൂഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ, അങ്ങനത്തെ ഒരു ടെമ്പോ ബിൽഡിങ്ങും, സിനിമയുടെ എൻഡൊക്കെ കുറച്ചും കൂടിയും ഡ്രമാറ്റിക്കാണ്. പക്ഷെ എന്നാലും അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമ. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്യണം, ഒന്ന് കണ്ടു നോക്കൂ.